ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിനെ റോഡരികെ വെച്ചിട്ട് രാഹുൽ കണ്ടിട്ട് സംസാരിക്കുക കേട്ടോ. എടാ, ഇന്ന് എൻ്റെ പെങ്ങള് എനിക്ക് പൈസ തരും, ആ പൈസ കൊണ്ട് നീ ഇവിടുന്ന് പോയിക്കോളണം. ഞാൻ നിനക്ക് ഒരു കോടി രൂപ തരും, അതുകൊണ്ട് ഇവിടുന്ന് നാട് ഇന്ന് തന്നെ വിട്ടോളണം. നിങ്ങളുടെ പെങ്ങളതിന് നിങ്ങൾക്ക് പൈസ തരും, അവർ പറ്റിക്കായിരിക്കും എന്ന് പറയുമ്പോൾ, എടാ എൻ്റെ പെങ്ങളുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. അവൾക്ക് ഞാൻ വെച്ച ജീവനാണ്. നിങ്ങൾ എത്ര രൂപ തരുമെന്ന് പറഞ്ഞത്? ഒരു കോടി രൂപയോ? എനിക്ക് ഒരു കോടി കിട്ടിയാലൊന്നും മതിയാവില്ല. ഞാൻ നിങ്ങളുടെ എത്രയാ പറഞ്ഞത്? 10 കോടി രൂപ, 5 കോടിയെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ്. എടാ, ആ സാഹചര്യം അല്ലടാ എൻ്റെ ഇപ്പോൾ. എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല, നീ അത് മനസ്സിലാക്ക്. 5 കോടി നിൻ്റെ അടുത്ത് ഇല്ലടാ. നീ ഇപ്പോൾ 1 കോടി രൂപ കൊണ്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ച് എവിടെയെങ്കിലും പോകാൻ നോക്കുക എന്ന് പറയാണ്. ഇല്ലില്ല, പറ്റുമെങ്കിൽ ഒരു 3 കോടിയെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. എടാ, 3 കോടി എൻ്റെ അടുത്ത് ഇല്ലടാ. എന്നാൽ ശരി, 2.5 കോടി. എടാ, എന്നാൽ ശരി, 2 കോടി ഓക്കെ ആണോ? ഓക്കെ. അതൊരു കാര്യം ചെയ്, ഞാൻ പറയുന്നിടത്ത് നീ ഞാൻ വിളിക്കുമ്പോൾ നീ വരണം, ഞാൻ കാശായിട്ട് തന്നെ കൈമാറാം എന്ന് പറയാണ്. പിന്നെ ഈ പൈസയൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്ത് കൂടുതൽ? നിങ്ങളുടെ അത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള മോളുടെ സ്വഭാവം ഞാൻ ശരിയാക്കിയില്ലേ? കല്യാണത്തിന് മുമ്പ് അവളുടെ എന്തൊരു വാശിയും അവൾക്ക് എന്തൊരു അഹങ്കാരവും എന്തൊരു ഷാട്ടിയും ഒക്കെ ആയിരുന്നു. അവൾ തന്നെ സമ്മതിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ സ്വഭാവം മാറുന്നത്. അതിനൊക്കെ കാരണക്കാരനാരാ? ഞാനാ. അത് മാത്രമല്ല, ആദ്യമായിട്ടാ ഇത്ര നാളൊരു പെൺകുട്ടിയുടെ കൂടെ ഞാൻ ജീവിക്കും. അപ്പം അത്രയും പൈസ എനിക്ക് തരണം. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഞാനൊരു കല്യാണവും കഴിച്ചു. ആ കല്യാണം നിങ്ങൾ കുളം തോണ്ടി. അത് കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ ഞാൻ നിൽക്കുമായിരുന്നു, അതും മുടങ്ങി. പിന്നെ നിങ്ങളുടെ അനന്തരം കിരണും അവളുടെ പെണ്ണുമ്പുള്ള കല്യാണി, പിന്നെ ഗുണ്ടകൾ അവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് എത്ര പേരെങ്കിലും അടി വാങ്ങി. അതുകൊണ്ട് ഇത്രയൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ, 2 കോടി രൂപ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം കേട്ടല്ലോ. പൈസ തരാമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ സ്ഥലം വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ രാഹുൽ ഇവനെപ്പോഴുള്ളവൻ ഇത്രയും പൈസ കൊടുക്കണമല്ലോ എന്നൊക്കെ കാണിച്ചിട്ട് രാഹുൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാലനെയാണ്. രണ്ടുപേരും ബ്യൂട്ടി പാർലർ വന്നിരിക്കുകയാണ്. പ്രകാശം ഫേഷ്യലൊക്കെ ചെയ്തിരിക്കുകയാണ്, ബാലനം മുടിയൊക്കെ മസാജ് ചെയ്തിരിക്കുന്നുണ്ട്. ബാലനം പറയണ്ട, പ്രകാശൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എൻ്റെ ബാലന, നിങ്ങൾ ശരിക്കും മിനിങ്ങക്കോ, പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം, അത് നോർത്ത് നീ ഒരിക്കലും വിഷമിക്കേണ്ട. എന്താ ചെയ്തോ, ഫേഷ്യലോ മസാജോ എന്താ ചെയ്തോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് ബൈജു വരെയാണ്. ബൈജു വരുമ്പോഴേക്കും ബാലനം പറഞ്ഞടാ. ബൈജു എന്ന് പറയുമ്പോഴേക്കും ഇതാരും ബാലനോ, ഇതെന്താ ബാലന, പിള്ളേരെ പോലെ തലയൊക്കെ മസാജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രകാശം പറയുന്നുണ്ട്, എന്താടാ ബാലനെ തല മസാജ് ചെയ്ത കൊള്ളത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പതുക്കെ ബൈജു ഇങ്ങനെ തിരിഞ്ഞൊക്കെ പ്രകാശനെ കാണുവാട്ടെ. ഇത് അതേടാ, ഞാൻ തന്നെ പ്രകാശൻ. ഇതെന്തൊരു കോലമാണ്, എന്തോ കുമ്മായത്തിൽ വീണ പോലെ പറയുമ്പോൾ, എന്താടാ എനിക്ക് ഫേഷ്യൽ ചെയ്താൽ കൊള്ളില്ലേ? ഓൾറെഡി എനിക്ക് കുടുംബപരമായിട്ട് സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും ഒരു മിനുക്കപ്പണി ചെയ്യാൻ വിചാരിച്ചു. നിനക്കറിയാലോ, ഞങ്ങളുടെ കുടുംബത്തിൽ സൗന്ദര്യമില്ലാത്ത ആരുമില്ല. എൻ്റെ മോൻ വിക്രം, അവനെ കാണുന്ന സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ്? അവനെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടല്ല പ്രണയിക്കണത്. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. എന്നെ അങ്ങനെ തന്നെയാണ്, പെൺപിള്ളേർ ഇങ്ങനെ വന്ന് പ്രണയിക്കും. അതുപോലെ പ്രണയിക്കുകയാണ് എന്നെ ഞങ്ങളുടെ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയും എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ബാലനം പറയുന്നുണ്ട്, അടാ ബൈജു, കാർത്തികയുടെ അമ്മക്ക് ലക്ഷ്മിയും പ്രകാശും തമ്മിൽ പ്രണയത്തിലാണ്. പ്രണയത്തിലോ ഇയാളോ? എന്താണ് ബൈജു, പ്രണയിച്ചാൽ കൊള്ളില്ലേ? പിന്നെ മറ്റന്നാളുള്ള കല്യാണം പറയേണ്ട കാര്യമില്ലല്ലോ. ജൂപ്പിറ്റർ ഹോട്ടലിലാണ്, വീനസ് ഹോട്ടലല്ല. പിന്നെ ആ മണ്ടൻ കിരണിനെയും പാഴ് ദീപേനെയും സംസാരിക്കാത്ത കല്യാണിനെ വിളിച്ചോണ്ട് നീ വരണം എന്ന് പറയാണ്. അതെ, അവളിപ്പോൾ സംസാരിക്കാത്ത കല്യാണിയല്ല, നല്ലിട്ട് സംസാരിക്കുന്ന കല്യാണിയാ. എടാ, അവൾക്ക് എനിക്ക് എപ്പോഴും സംസാരിക്കാത്ത അവൾ തന്നെയാടാ എന്ന് പറയാണ്. എടാ എടാ ബൈജു, നീയേ അവരുടെ കുറച്ച് പുകഴ്ത്തല്ലേ കേട്ടോ ഇവരുടെ മുമ്പിൽ, ഇവനത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ്. അത് പ്രകാശം എടാ ബൈജു, നിനക്ക് വല്ല ഫേഷ്യലോ മസാജോ ഒന്നും ചെയ്യണമെങ്കിൽ ചെയ്തോളാം, പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പ്രകാശം പറയുമ്പോൾ, എൻ്റെ പ്രകാശ, നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട. എനിക്ക് ഇവിടുന്ന് ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ആ പൈസ കൊടുക്കാനുള്ള വകയൊക്കെ എനിക്കുണ്ട്. കിരണളിയാനും കല്യാണിക്ക് നല്ല രീതിയിൽ തന്നെ സാലറി തരുന്നുണ്ട്. എടാ ബൈജു, അവരെ കുറിച്ച് പുകഴ്ത്തലതിനെ പറഞ്ഞില്ല, അതൊന്നും പ്രകാശന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്താ? നിങ്ങൾ ഇയാളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലേ അയാളെ പുകഴ്ത്തി നിന്നോ, പക്ഷെ എനിക്ക് സാലറിയും കാര്യങ്ങളും തന്നെ കിരണും കല്യാണിയാ, അവരെ കൂടെ ഞാൻ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. നിങ്ങൾ മുഖം ഫേഷ്യൽ ചെയ്തിരുന്നു ഒരു കാര്യമില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് വെളുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോഴേക്കും പ്രകാശിന്റെ ദേഷ്യം വരും കേട്ടോ. തലയിൽ വെച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയാണ് പ്രകാശൻ. അവൻ്റെ ഒരു അഹങ്കാരം. എത്രയും പെട്ടെന്ന് എൻ്റെ ലക്ഷ്മിയുടെ കല്യാണം കഴിയട്ടെ, എത്രയും പെട്ടെന്ന് ആ കിരണിനെ കഴിയട്ടെ, കമ്പനി ഞാൻ പൂട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലന്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര ഇതിനുള്ള തിരിച്ചടിയൊക്കെ ഇവന് കിട്ടണേ, ഇവന്റെ മോന് കുത്തുവാളെടുക്കണേ, ഇവന്റെ അഹങ്കാരത്തിന് പരിധി വരുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കെണിനെയും കല്യാണിനെയാണ്. അവരിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ദീപയുടെ കൂടി ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ബൈജു വരുന്നത്. ബൈജു അവിടെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണി ചോദിക്കട്ടെ, എടാ ബൈജു, നീ ബ്യൂട്ടി പാർലറിൽ പോയിട്ട്
തിരിച്ചു വന്നപ്പോഴേക്കും നല്ല ഭംഗിയൊക്കെ ആയോടെ കാണാനായിട്ട് എന്താന്ന് ചോദിക്കുകയാണ്. നല്ല നല്ല രസമുണ്ട് ഇപ്പൊ ഇതിനെ കാണാനെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട അത് ശരിയാണല്ലോ. എന്താ ഞങ്ങൾ അറിയാണ്ട് നീ വല്ല പെണ്ണും കെട്ടാൻ പോകുന്നുണ്ടോ? ഞാനോ? എൻ്റെ അളിയാ ഞാനൊന്നും പെണ്ണ് കെട്ടാൻ പോകണമെന്നില്ല. പക്ഷെ പെണ്ണ് കെട്ടാൻ പോകുന്ന ഒരാളുണ്ടല്ലോ, അയാളെ ഞാൻ കണ്ടിരുന്നു ബ്യൂട്ടി പാർലർ വെച്ചിട്ട്. ആര്? പ്രകാശൻ, നമ്മുടെ ദീപേച്ചിയുടെ എക്സ് ഹസ്ബൻഡ് എന്ന് പറയാണ്. അപ്പൊ ദീപ ചോദിക്കണ്ടേ അയാൾ എന്തിനാ വന്നത് അവിടെ? മുഖം മിനിക്കാനാണോ? പിന്നെ അല്ലാതെ ഫേഷ്യലൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്, കണ്ടാ ചിരി വരും എന്നിങ്ങനെ പറയാണ്. നാണമില്ല, ഫേഷ്യലൊക്കെ ചെയ്ത് മുഖം മിനിക്കൊണ്ടിരിക്കുക. മറ്റന്നാൾ കല്യാണമല്ലേ, മണ്ടനാവാൻ വേണ്ടിയിട്ട് എന്ന് കല്യാണി പറയാണ്. ദീപ പറയണത് എന്നാൽ അയാളുടെ ഒരു സ്വഭാവേ, മോൻ അവിടെ കല്യാണം കഴിയേണ്ട അവിടെ നിൽക്കുക, എന്നിട്ട് അയാൾക്ക് കല്യാണം കഴിക്കാൻ ഇത്ര ധൃതി എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട് അമ്മേ അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടല്ലേ അയാൾക്ക് അങ്ങനത്തെ ഒരു മോൻ തന്നെ ഉണ്ടായത്. എന്തായാലും മറ്റന്നാളാകുമ്പോഴേക്കും അയാളുടെ ഹൃദയമിടിപ്പ് നിന്ന് ചിലപ്പോൾ അയാൾ ചത്തു പോകണത് നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറയുകയാണ്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ദീപേച്ചിനെയും കല്യാണിനെയും കിരണിനെയും കൂട്ടിക്കൊണ്ട് കല്യാണത്തിന് വരണമെന്നാ അവരെന്നോട് പറഞ്ഞിരിക്കണത് ആ പ്രകാശൻ എന്ന് പറയാണ്. പോവാൻ നമുക്ക്, ആ കാഴ്ച നമുക്കൊന്ന് കാണാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന സരിയുവിനെയാണ്. സരിയു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോഹർ വരുന്നുണ്ട്. മനോഹർ നോക്കുമ്പോൾ സരയു കരയുന്നത് കാണുന്നുണ്ട്. ഈശ്വര, ഇവളെന്തെങ്കിലും സത്യം അറിഞ്ഞു ആവോ? സത്യം അറിഞ്ഞെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീർന്നു എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കട്ടെ. അതിനു മുമ്പ് മനോഹർ നമ്മുടെ സനലിനെ കാണുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഉണ്ടല്ലോ, സനലിനെ കണ്ടിനെ പറയുന്നുണ്ടടാ ഇന്ന് 2 കോടി രൂപ കിട്ടും, അത് നമുക്ക് അതുകൊണ്ട് ഇന്ന് മുങ്ങണമെന്ന് പറയണം. അപ്പൊ സനൽ പറയണ്ട എനിക്ക് എത്ര തരോടാന്ന് ചോദിക്കുമ്പോൾ നിനക്ക് 25 ലക്ഷം രൂപ തരും. 25 ലക്ഷം രൂപ കുറവാണെന്ന് പറയുമ്പോൾ എൻ്റെ സനലെ അത്ര തന്നെ വലിയ കാര്യം. അവരുടെ കയ്യിൽ എത്ര അടിയും വഴക്കൊക്കെ ഞാൻ കിട്ടത്. ആ കല്യാണി കിരണ് അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് അടിയും വഴക്കും മരിച്ചു പോണ അവസ്ഥയിൽ വരെ ഞാൻ ആയതല്ലേ. അപ്പൊ ബാക്കി പൈസ എനിക്കുള്ളതാ, ഇത് ഞാൻ വിളിക്കുമ്പോൾ നീ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകണം ഇടയ്ക്ക് സരീൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് സരീനെ കരയണത്. ഈ മനോഹർ ആകെ ടെൻഷനാവണം. ഇവിടെ സത്യങ്ങളൊക്കെ അറിഞ്ഞു ദേഷ്യ 2 കോടി രൂപ പോയോ എന്തോ എന്നൊക്കെ വിചാരിച്ചിട്ട് മനോഹർ പതിക്കെ സരിയു മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സരിയു കണ്ണൊക്കെ തുടക്കുകയാണ്. എന്താ മോള് വിഷമിക്കണത്? അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞു, അത് കുഞ്ഞിനെ വല്ല പനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മനുവേട്ട, എനിക്ക് മനുവേട്ട മാത്രമേ ഉള്ളൂ എന്ന് അറിയാലോ, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകുന്നത്. ഞാൻ മനുവേട്ടത്തെ എത്ര വർഷം പറഞ്ഞിട്ടുള്ളതാ, എന്താ മനുവേട്ട അമേരിക്കയിൽ പോകുന്നത്? മോളെന്താ ഇങ്ങനെയൊക്കെ പറയണത്? കുഞ്ഞിനെ കുറിച്ച് മോളും ആലോചിച്ചോ? ഫ്ലൈറ്റ് പോകുമ്പോഴേ കുഞ്ഞിന്റെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച് മോൾ ആലോചിച്ചോ? പിന്നെ മോളും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകണത്, അപ്പൊ അതിന് മോൾക്ക് ശ്വാസം മുട്ടലുണ്ടാവും, അതുകൊണ്ടല്ലേ മോളു. പിന്നെ ഞാനിവിടെ ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് വാഗമണ്ണിൽ. അതിന് ഇവിടെ സ്ഥലം മേടിക്കണത്, അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരണ്ട എന്ന് സരിയ പറയുമ്പോൾ മോള് അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് പ്രായമൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ തോന്നിക്കാൻ നമുക്കൊരു സ്ഥലവും അവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നല്ലതല്ലേ മോളു. അതിനെ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ. എന്തായാലും ഒരു കൊറിയക്കാരൻ എനിക്ക് 2 കോടി രൂപ ഇന്ന് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ 2 കോടി രൂപ കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കാൻ. എന്തായാലും മനുവേട്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം മനുവേട്ട, എനിക്കിവിടെ നിൽക്കേണ്ട മനുവേട്ട, മടുത്തു എന്ന് പറഞ്ഞിട്ട് മനുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. എടി നശൂലമേ, നിന്നെ കെട്ടിയിട്ട് ഞാനടി മടുത്തത്. ആദ്യമായിട്ടാ 2 വർഷം ഒരാളുടെ കൂടി ഇങ്ങനെ ജീവിക്കണത്. ഈ സമയത്ത് 2 കെട്ടേണ്ട ഇത് കഴിഞ്ഞു ഞാൻ, അപ്പോഴാണ് ഇവളെ സ്നേഹിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ഒരു ഗതി എന്നൊക്കെ പറയട്ടെ മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം കാണിക്കുന്ന രൂപേനെയാണ്. രൂപ രാഹുലിനെ വഴിയരികി വെച്ച് കാണുന്നുണ്ട്, പെട്ടി കൊടുക്കുന്നുണ്ട്. അത് ചേട്ടൻ പറഞ്ഞ ഫുൾ തുകയുണ്ട്, 2 കോടി പണമായിട്ട് തന്നെ ഉണ്ട്. രൂപേ എന്ന് ഞാൻ പോയിട്ട് വരാം, ഇത് കൊടുത്തിട്ട് വേണം അവനൊന്ന് ഒഴിവാക്കാനായിട്ട്. അതിനുശേഷം ഞാനും മോളും ശാരിയും കൂടി നിന്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം വന്ന് നിൽക്കുന്നുണ്ട്, അതൊന്നും പെട്ടെന്ന് നടക്കില്ല എന്ന് പറയാണ് രൂപ. അവിടെ എൻ്റെ മക്കളും മരുമക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ, നിങ്ങൾ വരാൻ നിൽക്കാൻ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഈ പണം കൊണ്ടുപോയി കൊടുത്തിട്ട് അവനൊന്ന് ഒഴിവാക്കിയിട്ട് വാന്ന് പറയാണ്. ശരി രൂപയെന്ന് വേണ്ടേ. രാഹുൽ അവിടെ നിന്ന് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.